ഫോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് SIP-നെ പറ്റിയാണ്. SIP എങ്ങനെ സെലക്ട് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു SIP, അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP അതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാർജസ്, അതായത് ഏത് പ്ലാറ്റ്ഫോമിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ചാർജ് വരിക, ഏതൊക്കെ ചാർജാണ് വരിക, അത് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ SIP ചാർജസ്, ഒരു SIP എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ മൊത്തം ആ ഒരു ഇതിൽ വരുന്നത്, ഇത് എടുത്തതിന് ശേഷം റെഡീം ചെയ്യുമ്പോഴൊക്കെ വരുന്ന ചാർജസിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ എൻട്രി ലോഡ്, അതായത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഒരു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ 0.25 to 2% ആ ഒരു എമൗണ്ടിന്റെ ഇടയിലുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് പ്ലാറ്റ്ഫോം വ്യത്യാസം അനുസരിച്ച് മാറാം. ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു കമ്മീഷൻ പോലെ അല്ലെങ്കിൽ ഒരു എൻട്രി ലോഡ്, അത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിനാണ് അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടിനാണ് ചെയ്യുന്നത് ആ ഒരു ഫണ്ട് മാനേജർക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ഇൻവെസ്റ്റ് എമൗണ്ടിന്റെ 0.25% to 2% ഇടയിലാണ് ആ ഒരു പെർസെൻറ്റേജ് വരിക. പിന്നെ വരുന്ന എക്സിറ്റ് ലോഡ്, എക്സാക്ട്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ റെഡീം ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ചാർജ് വരും. റെഡീം ചെയ്യുമ്പോൾ വരുന്ന ചാർജാണ് എക്സിറ്റ് ലോഡ്. നമ്മൾ റെഡീം ചെയ്യുന്ന എമൗണ്ടിന്റെ 0.25% to 2% ഉള്ളിലാണ് ആ ഒരു പെർസെൻറ്റേജ് വരുന്നത്. മാനേജ്മെന്റ് ഫീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇപ്പോൾ ഒരു ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ളതാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അവരുടെ ആവറേജ് ഫണ്ടിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 0.5 to 2% ഇടയിൽ ആ ഒരു മാനേജ്മെൻറ്റ് ഫീയും നമുക്ക് വരും. കാരണം അവർ നമുക്ക് അഡ്വൈസും അവർ ആ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടിങ് ആ ഒരു നോളജൊക്കെ നമുക്ക് തരും. ആ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീ കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ചാർജ്. അതും ഈ പറയുന്ന പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും വെബ്സൈറ്റ് വഴി അങ്ങനെ എടുക്കുമ്പോൾ വരുന്ന ഒരു ചാർജാണ്. വളരെ സ്മോൾ പെർസെൻറ്റേജ് ആയിരിക്കും അത് വരാം. ബ്രോക്കറേജ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ബ്രോക്കർ ആപ്പിലാണെങ്കിൽ, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആപ്പിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നെങ്കിൽ അവരുടെ ഒരു കമ്മീഷനും നമുക്ക് വരും. അതായത് ഫുൾ ബ്രോക്കേഴ്സ്, ഫുൾ ടൈം ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ ബാങ്ക് ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഇതുപോലുള്ള ആപ്പുകളിലാണ് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ആ ഒരു ഫീയും കൂടി നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം ഫീ, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉദ്ദേശിക്കുന്നതും ഇതേപോലെ തന്നെ ബ്രോക്കേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ തുറവൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന പോലെ ഒരു പെർസെൻറ്റേജ് വരും. ഇതെല്ലാം ഈ ഒരു എക്സ്ട്രാ ചാർജുകൾ, എക്സിറ്റും എൻട്രിയും അല്ലാതെ വരുന്ന നമ്മൾ പ്ലാറ്റ്ഫോം ഏതാണ് യൂസ് ചെയ്യുന്ന അനുസരിച്ച് വരുന്നതാണ് ഈ ചാർജുകളെല്ലാം. പിന്നെ അഫ്കോഴ്സ് GST, നമുക്കിപ്പോൾ ഇൻട്രാഡേയിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ചാർജുകൾക്ക് നമ്മൾ GST കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പറയുന്ന പോലെ എക്സിറ്റ്, എൻട്രി, അഡ്മിനിസ്ട്രേഷൻ, ബ്രോക്കറേജ് ഇതുപോലെ വരുന്ന ചാർജുകളുടെ മേലിൽ നമ്മൾ GST 15% വരെ അത് പേ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അത് ചാർജസ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഫീ, അത് നമ്മളിപ്പോൾ AMC പോലെ ആനുവൽ മെയിൻ്റെനൻസ് ഫീ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചാർജ്, അതുപോലെ നോട്ടിഫിക്കേഷൻ, അങ്ങനെ നമ്മൾ വരുന്ന ചാർജുകളാണ് അതർ ചാർജുകൾ വരുന്നത്. ഇതെല്ലാം നമ്മൾ ഈ ഒരു SIP എടുക്കുമ്പോൾ വരുന്ന ചാർജുകളാണ്. നിങ്ങൾ SIP എടുക്കുമ്പോൾ പരമാവധി ഈ ഒരു എമൗണ്ട് നോക്കിയിട്ട് വേണം. അതായത് അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് പ്ലാൻ, ഏത് നമ്മൾ എടുക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ഏതാണ് ആ ഒരു ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ള ഇതിന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേറെ പ്ലാറ്റ്ഫോം ഫീയോ അല്ലെങ്കിൽ വേറൊരു ഫീ മാനേജ്മെൻറ്റ് ഫീ വരും, പക്ഷേ പ്ലാറ്റ്ഫോം ഫീയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഫീ അങ്ങനെയൊന്നും അധികം വരില്ല. ഡയറക്റ്റായിട്ട് അവരുടെ ആ സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കുകയാണെങ്കിൽ പരമാവധി അതിൽ കോമ്പറ്റേറ്റീവ്സ് നോക്കി ഏറ്റവും ചാർജ് കുറവുള്ളത് ഏതാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു ചാർജ് നഷ്ടപ്പെടാതിരിക്കുക. ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ട്, അതായത് നമ്മൾ ഇക്വിറ്റിയിൽ ചെയ്യുന്നേക്കാളും ഇൻഡെക്സ് ഫണ്ടിൽ, ചെറിയ ഇൻഡെക്സ് ഫണ്ടിൽ SIP തുടങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ചാർജ് കുറയും, ചെറിയ എമൗണ്ട്. അതുപോലെ ലോങ് ടൈമിലേക്ക് നടത്തുമ്പോഴും ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ എൻട്രിയും എക്സിറ്റും എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും റെഡീം ചെയ്യുമ്പോഴാണല്ലോ. അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാ വർഷമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ചാർജ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ലോങ് ടൈമിലേക്ക് ഇടാണെങ്കിൽ നമുക്ക് ആ ഒരു ചാർജ് വരുന്നില്ല. ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് അങ്ങനത്തെ വർഷങ്ങളിൽ വരുന്ന ചാർജസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റോട് ശ്രദ്ധിച്ച് നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നോക്കി ചാർജ് ചെയ്താൽ കുറവുള്ളത് നോക്കിയിട്ട് എടുക്കായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം അത് വളരെ വലിയൊരു ചാർജായിട്ട് നമ്മുടെ നിന്ന് പോകും. അത് പോവാതിരിക്കാൻ പരമാവധി നിങ്ങൾ SIP എടുക്കുമ്പോൾ ആ ഒരു ചാർജസ് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് SIP-നെ പറ്റിയാണ്, ഇന്നലെയും SIP-നെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു SIP എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് എപ്പോഴും തുടങ്ങാൻ പറ്റിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ വേഗം തന്നെ ഒരു SIP തുടങ്ങാം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രോ ഉണ്ടാവാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലും അതുപോലെ നമ്മുടെ ചാനലിലും പറയുന്നത് ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ടാക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ ഫോളോ ചെയ്യും. താങ്ക് യു.